നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മസാല കടലയാണ്. അതിന് ആദ്യം നമ്മൾ കടലപ്പൊടി പിന്നെ അതിലോട്ട് ഹിംഗ് ഇടുക. പിന്നെ അരിമോദകം ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. പിന്നെ കുറച്ചായിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കട്ട പിടിക്കാണ്ട് നൈസായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് കളർ പൊടി വേണമെങ്കിൽ ഇടാം. ഇരിക്കരുത്, നല്ല പോലെ മിക്സ് ആക്കണം. ദോശ മാവിനെ കാട്ടിയും കുറച്ചുകൂടെ ലൂസ് ആവണം മാവ്. ഇതുപോലെ ലൂസ് ആയിരിക്കണം മാവ്. ഇപ്പൊ നമ്മൾ നിലക്കടലേനെ നല്ല പോലെ ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് ചീത്ത കടല ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് വരും. അതിൽ നല്ല കടല നോക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ഇതിൽ വെള്ളം കളഞ്ഞെടുക്കാം. വെള്ളം പോയ ശേഷം നമ്മൾ മാവിലോട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നൊന്നായിട്ട് ഇടാം. ഇപ്പോൾ കടലേൻ്റെ വെള്ളം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഒന്നൊന്നായിട്ട് മാവിലോട്ട് മിക്സ് ആക്കാം.
നമ്മൾ കടല നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് മാവിലോട്ട്. ഇതുപോലെ വിട്ട് വിട്ട് ഇരിക്കണം, ഒട്ടി പിടിക്കരുത്. ഇപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നല്ലപോലെ ചൂടാവണം എണ്ണ. പിന്നെ ഒന്നൊന്നായിട്ട് നമ്മൾ കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഒന്നൊന്നായിട്ട് കടല ഇട്ട് കൊടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഇത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. സൂക്ഷിക്കണം, എണ്ണ തെരിക്കും. നമ്മൾ പതുക്കെ ഇങ്ങനെ ഷേക്കാക്കി കൊടുത്ത് അത് വിട്ട് വരൂ. ഇത് പതുക്കെ ഇത് വേവിക്കാൻ വെക്കണം. പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പം ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാൻ. ഇപ്പോൾ ലൈറ്റായിട്ടൊരു സൗണ്ട് വരും. അപ്പം നമുക്കിത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മാറ്റിയെടുക്കാം.
ഇപ്പം നമ്മുടെ മസാല കടല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെർവ് ആക്കാം. ഇപ്പം നമ്മളുടെ മസാല കടല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് കടയിൽ നിന്ന് മേടിക്കാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതുപോലെ ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.